അതെ, നിങ്ങൾക്ക് രണ്ടാൾക്ക് സ്നോഫോൾ കാണണോ? സ്നോഫോളോ? ഓക്കെ. എന്തത് താരന എന്തൊക്കെ ചെയ്തിട്ട് ഇത് മാറുന്നില്ല. കുറെ ഷാമ്പു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, മാറുന്നേ ഇല്ല. നിനക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുവെച്ചാൽ എന്തെങ്കിലും കോൺസ്റ്റിപ്പേഷൻ ആയിട്ടോ ഗ്യാസ് ട്രബിൾ ആയിട്ടോ അല്ലെങ്കിൽ അസിഡിറ്റിയോ ഡ്രൈ സ്കിൻ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എനിക്കുണ്ട്. നിനക്ക് എങ്ങനെ അറിയാം? അപ്പൊ അതാണ് കാരണം. ഇപ്പൊ നമ്മുടെ ശരീരത്തില് മലസേഷ്യ ഫംഗൈ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും വയറിന് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉള്ളപ്പം ഈ മലസേഷ്യ ഫംഗൈ ഓവർ ഗ്രോത്ത് ആകും. അങ്ങനെ ഓവർ ഗ്രോത്ത് ആകുമ്പോൾ ആണ് നമുക്ക് ഈ ഡാൻഡ്രഫ് പോലെയുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു കൂടിയ ഒരു ഫോമാണ് നമുക്ക് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ വയറിന്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുത്താൽ താരൻ മാറുമോ? രണ്ട് രീതിയിൽ നമുക്ക് ഡാൻഡ്രഫ് ഇഷ്യൂസ് വരും. ഒന്ന് മലസേഷ്യ ഫംഗൈ കൊണ്ട് വരാം, ഒന്ന് നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് മെയിൻലി എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി, അതുപോലെ സിങ്ക്, ഒമേഗ 3 അങ്ങനെയുള്ള ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഡാൻഡ്രഫ് ഇഷ്യൂസ് കാര്യങ്ങൾ വരാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പവഴിയുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അതല്ലാതെ നമുക്ക് ആപ്പിൾ സിഡർ വിനെഗർ ഉപയോഗിക്കാം. അപ്പോൾ ആപ്പിൾ സിഡർ വിനെഗർ ആണെങ്കിൽ ഒരു സ്പൂൺ ആപ്പിൾ സിഡർ വിനെഗറും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് കഴുകിക്കളയാം. അപ്പം അത് പിന്നീട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലസേഷ്യ ഫംഗൈ കൊണ്ടുള്ള ഡാൻഡ്രഫാണ്. അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് കൊണ്ടുണ്ടാകുന്ന ഡാൻഡ്രഫാണ്. ഈ വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ താരൻ പൊതുവെ കുറയാറുണ്ടല്ലോ, എന്തായിരിക്കും അതിന് കാരണം? ഈ വെളിച്ചെണ്ണയിൽ കാപ്രിലിക് ആസിഡും അതുപോലെ വിനേഗർ, ആപ്പിൾ സിഡർ വിനേഗറിൽ അസിറ്റിക് ആസിഡും ഉണ്ട്. അപ്പൊ ഇതാണ് ഈ ഫംഗൈനെ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡാൻഡ്രഫ് കാര്യങ്ങൾ കുറയുന്നത്.